അസ്സലാമു അലൈക്കും എവരി വൺ. നല്ല ഡ്രൈ ഫ്രൂട്ട്സിനും നട്ട്സിനും അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനും ക്ലോത്ത്സിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ടാഷ്കൻഡിലുള്ള ഒരു മാർക്കറ്റാണിത്, TTC ബസാർ. സീസണൽ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്കിവിടെ കിട്ടുന്നതാണ്. വെറൈറ്റീസ് ഓഫ് ചെറി ഉണ്ട്, ആപ്രിക്കോട്ടും പീച്ചുമെല്ലാം വെറൈറ്റീസുകളായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്ത് രസം അറിയോ ഉസ്ബെക്കിസ്ഥാൻ മാർക്കറ്റുകളിൽ അവിടുത്തെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഓരോ സീസണിനനുസരിച്ച് മാറുന്നത് കാണാൻ. സമ്മറായിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പീച്ചിൻ്റെ ആപ്രിക്കോട്ടിൻ്റെ ഒക്കെ പച്ച വേർഷൻസും, അതായത് പച്ച എന്ന് പറഞ്ഞാൽ റോ, അതുപോലെ അവരുടെ പഴുത്തിട്ടുള്ള വേർഷൻസും. ഇപ്പോൾ സ്ട്രോബെറികളൊക്കെ ഇവിടുന്ന് മാറിപ്പോയിട്ട് അവരിപ്പോൾ ഓഫ് സീസൺ പോലെയായി. നല്ല ഫ്രഷ് സ്ട്രോബെറികളൊക്കെ ഇപ്പോൾ സീസണിൽ അങ്ങനെ കാണുന്നില്ല. എന്നാൽ റാസ്ബെറിയൊക്കെ കാണുന്നുണ്ട്. സ്ട്രോബെറി അത്ര ഒരു ലുക്കില്ല ഇപ്പോൾ പണ്ടത്തെ പോലെ. എന്നാൽ മൽബറിയും ഒക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് വീഡിയോകളിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് തോന്നും. ഇനി നമുക്ക് നട്ട്സിൻ്റെ ഭാഗത്തേക്ക് പോവാം. വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെറൈറ്റികളാണ് കേട്ടോ. ചിലത് നമ്മൾ നമ്മുടെ ഭാഷയിൽ ചോദിക്കും, അവരവരുടെ ഭാഷയിൽ പറയും, നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന പരിപാടി നിർത്തി. എന്നാലും ആൽമണ്ട്സ്, ഹേസൽനട്ട്, മക്കഡാമിയ, വാൾനട്ട്, പിസ്റ്റാഷ്യൂസ് ഒക്കെ വളരെയധികം വെറൈറ്റികൾ ഇവിടെ അവൈലബിൾ കേട്ടോ. ഇനി നമ്മളെ സാധാ നിലക്കടലയാവട്ടെ, അതാണെങ്കിലും ഷുഗർ കോട്ടഡായിട്ടും ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ റീസിൻസ് പല വെറൈറ്റികളുണ്ട്, ചെറിയ സൈസിൽ വലിയ സൈസിൽ പല നിറങ്ങളിൽ ഒക്കെ ഉണ്ട്. നമ്മുടെ പീക്കാനട്ട് ഉണ്ട്. ഈ പീക്കാനട്ടും ആൽമണ്ട്സൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ പൊതുവേ മിഡിൽ ഈസ്റ്റ് വെറൈറ്റീസൊക്കെ ആണല്ലോ വാങ്ങിക്കാറ്, അവിടുത്തേക്കാളും വില കുറവാണ്. അതുപോലെ ഇവിടുത്തെ സീസണൽ ഫ്രൂട്ട്സിൻ്റെ ഡ്രൈ വെറൈറ്റീസ് ഉണ്ട്. ഒരു വട്ടം ഒരു ഡ്രൈ ഫ്രൂട്ട് നോക്കിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആപ്പിൾ എന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ ആപ്പിൾ ഉണക്കി വിൽക്കുമെന്നൊക്കെ. ഇതാ പ്രൂൺസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ മുടഞ്ഞിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഫിഗാണ്. ചില ഡ്രൈ ഫ്രൂട്ട്സ് ഒരേ വെറൈറ്റീസ്, അതായത് ഇപ്പോൾ ആപ്രിക്കോട്ട് പല നിറത്തിൽ കാണുന്നത് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഡിഫറൻസും ഉണ്ട്, ക്വാളിറ്റിയുടെ ഡിഫറൻസും ഉണ്ട്, അതിൻ്റെ സ്പീഷീസിൻ്റെ കളറിൻ്റെ ഡിഫറൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ബൈ ബൈ.